ശനിയാഴ്ചത്തെ പരിപാടിക്ക് പോയിട്ട് വന്നിട്ട് ഭയങ്കര തലവേദനയായിരുന്നു കേട്ടോ. അത് കാരണം ഞായറാഴ്ച രാവിലെ എണീക്കാനും ഇത്തിരി വൈകിപ്പോയേ. അതുകൊണ്ട് പൊറോട്ടയും കടലക്കറി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വാങ്ങി കഴിച്ചിട്ട് പള്ളിയിൽ പോയിട്ടാ. പള്ളിയിൽ പോയിട്ടൊക്കെ വന്നിട്ട് അതേ കടയിലേക്ക് കയറി. വേറെ ഒന്നുമില്ല, കൂർക്ക വാങ്ങാൻ വേണ്ടി കയറിയാണ് കേട്ടോ. ചേട്ടാ അപ്പം കട അടയ്ക്കാറായിരുന്നു, സൺഡേ ആയതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ പോർക്ക് വാങ്ങിച്ചതിന് ശേഷമാണ് ഓർത്തത് എന്നാൽ പോർക്കും കൂർക്കയിട്ട് ഉണ്ടാക്കാമെന്ന് കേട്ടോ. പോർക്ക് കുറച്ച് നേരം മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് വെള്ളത്തിൽ വെച്ച് കഴുകി വാരിന് ശേഷം വീണ്ടും ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 15-20 മിനിറ്റ് വെച്ചിരുന്നു കേട്ടോ. പോർക്ക് കറി വെക്കുമ്പോൾ ഇതുപോലെ 15-20 മിനിറ്റ് തിരുമ്മി വെച്ചേക്കണം കേട്ടോ. എന്നിട്ട് കുക്കറിൽ വിസിലടിക്കാവേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, 3 വിസിൽ ഞാൻ കുക്കറിൽ അടിച്ചു കേട്ടോ. അതിനിടയ്ക്ക് നമ്മുടെ കൂർക്കയൊക്കെ ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പയിലിട്ട് ഉരച്ച് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് തൊലി പോകാനുള്ളത് ചിരണ്ടിയും കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അത് ഞാൻ ഉപ്പ് മഞ്ഞളൊക്കെ ഇട്ട് ഞാൻ വേവിച്ചെടുത്തു കേട്ടോ. അപ്പോഴേക്കും ഇവിടെ ചേട്ടായിയാണ് കുക്ക് ചെയ്യുന്നത്. ചീനച്ചട്ടിയിലേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും മുളകും സവാളയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി എടുത്തിട്ടോ. അതിനിടയ്ക്ക് ചേട്ടായി പൊടികൾ മസാലപ്പൊടിയെല്ലാം ചേർത്തായിരുന്നു. അത് ഞാൻ കണ്ടില്ല കേട്ടോ. ചേട്ടായി വീട്ടിലുള്ളപ്പോൾ കുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. ചേട്ടയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ കുക്ക് ചെയ്യാനായിട്ട്. എല്ലാം നന്നായിട്ട് ഉണ്ടാക്കുകയും ചെയ്യും കേട്ടോ. പൊടികളുടെ പച്ചമണമൊക്കെ മാറിയപ്പോൾ പോർക്ക് കുക്കർ വിസിലടിച്ചപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ, ആ വെള്ളമാണ് ഒഴിച്ചത് കേട്ടോ. അങ്ങനെ ആ വെള്ളമൊക്കെ ഒഴിച്ച് അതും ഒന്ന് പറ്റി കുറുകി വന്നപ്പം കുക്കറിൽ പോർക്ക് വേവിച്ചപ്പം ഉണ്ടായ ബാക്കി വെള്ളം കൂടെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിനിടയ്ക്ക് ചേട്ടായി നമ്മുടെ പോർക്ക് വേവിച്ചതിനകത്തേക്ക് നമ്മൾ കൂർക്ക് വേവിച്ചതിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുക്കറിലിട്ട്. അപ്പോഴേക്കും ഇവിടെ വെള്ളം നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു കാര്യം പറയട്ടെ, നമ്മുടെ വീടിൻ്റെ മേളിൽ പണി നടക്കുന്നത് കൊണ്ട് ഇത്തിരി ഒരു നോയ്സ് ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറേ കഷ്ടപ്പെട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഞാൻ വോയിസ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ക്ഷമയോടെ കേൾക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം. അങ്ങനെ പോർക്കും കൂർക്കയും കൂടെ വേവിച്ചത് നമ്മുടെ ചാറ് തിളച്ച് പറ്റിയപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടോ. എന്നാൽ പിന്നെ തിളയ്ക്കുമ്പോഴേക്ക് നമുക്ക് കുറച്ച് വിശേഷങ്ങൾ പറയാം കേട്ടോ. ഇന്ന് വൈകിട്ട് മുതൽ ഞങ്ങളുടെ പള്ളിയുടെ പെരുന്നാളിൻ്റെ നൊവേനയും കാര്യങ്ങളും തുടങ്ങുവാണേ. അപ്പം നൊവേന നാളെ മുതലാണ്. ഇന്ന് മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ഒപ്പീസും കുർബാനയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നാളെ മുതൽ നൊവേന തുടങ്ങും. 30, 31, 1 പെരുന്നാൾ കേട്ടോ. പെരുന്നാൾ തുടങ്ങുക, പെരുന്നാൾ എന്നൊക്കെ പറയുമ്പോഴേക്കും നമുക്കിപ്പോൾ മനസ്സിലൊരു പ്രത്യേക സന്തോഷം, ഒരു പ്രത്യേക വികാരവും ഒരു പ്രത്യേക അനുഭവമാണ് കേട്ടോ. ഇതിനിടയ്ക്ക് നമ്മുടെ കറി തിളച്ച് കേട്ടോ. തിളച്ചിട്ട് അതൊന്ന് മൂടി വെച്ചായിരുന്നേ. മൂടി വെച്ചിട്ട് വീണ്ടും തിളച്ചപ്പം അത് ഒന്നും കൂടെ ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മൂടി വയ്ക്കുകയാണ് കേട്ടോ. പറയാതിരിക്കാൻ വയ്യ കേട്ടോ. എൻ്റെ ചേട്ടൻ കുക്ക് ചെയ്യുമ്പോഴേ നല്ല രസമാണ് കാണാനേ. കുറേ ഇളക്കൊക്കെ ഇളക്കും കേട്ടോ. കുറേ തട്ടുമുട്ടുമൊക്കെ ഉണ്ടാകും. അതായത് ആ സ്പൂണിനുള്ളതൊക്കെ താഴെ ചാടണം എന്ന രീതിയിൽ ഒരു കുറേ ഇളക്കൊക്കെ കിളക്കും കേട്ടോ. കുറേ തട്ടുമുട്ടുമൊക്കെ കൊടുക്കുവേ. ഒരു സൈഡിൽ ഞാൻ മോരുകറി ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ അടിപൊളി പോർക്കും കൂർക്കയും കൊണ്ടുള്ള കറി റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ സൺഡേയിലെ കറി ഞങ്ങളത് ഇതായിരുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.